സുസ്ഥിര വികസനത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം നേടി മർക്കസ് നോൾ സിറ്റിയുടെ CEO ഡോക്ടർ അബ്ദുസ്സലാം മുഹമ്മദ് വീണ്ടും തിരിക്കുകയാണ്. അന്താരാഷ്ട്ര അവാർഡ് നേടി അതോടൊപ്പം തന്നെ നോൾ സിറ്റിയെ ആഗോളതലത്തിൽ തന്നെ പരിചയപ്പെടുത്താനുള്ള വലിയൊരു അവസരം ലഭിച്ചു. അതുപോലെ വ്യാവസായിക രംഗത്തെ വലിയ ചുവടുവെപ്പുകൾക്ക് സാറിൻ്റെ ഒരുപാട് സന്ദർശനങ്ങൾ സാധ്യമാക്കിയെല്ലാം എന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തൊക്കെയാണ് യാത്രയിലുള്ള കാര്യങ്ങളെന്ന് പറയാം. നമ്മൾ പോകുമ്പോൾ ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. കോൺഫറൻസ് നടക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്, ലോകപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി. സംഘാടകരിൽ പലരും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളശുദ്ധീകരണ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മാനേജ് ചെയ്യുന്നവർ. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് നമുക്ക് പോയപ്പോൾ നമുക്കൊരു സെറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. നമ്മൾ എണ്ണിയാൽ 1, 2, 3 എന്ന് പറയുന്നത് മർക്കസ് നോൾ സിറ്റിയെ ഒരു ഗ്ലോബൽ ഓഡിയൻസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതും, നമ്മൾ ചെയ്യുന്ന സസ്റ്റൈനബിൾ പ്രാക്ടീസസിനെ ഗ്ലോബൽ പ്രാക്ടീസുമായിട്ട് ഒരു പഠനം നടത്തുക എന്നുള്ളതും, ഈ ഒരു സിറ്റിയെ ഏത് രീതിയിൽ ഒരു ഗവേഷണ പഠന വിധേയമാക്കാമെന്നുള്ള ഒക്കെ നമ്മൾ ലക്ഷ്യങ്ങളെങ്കിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണശാലയുടെ ആളുകളുമായിട്ട് നമ്മൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ അവരും നമ്മോട് പങ്കുവച്ച ഒരു വലിയ ആശയം എന്ന് പറയുന്നത്, അവർ കാലങ്ങളിലൂടെ, അഥവാ ഏകദേശം 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ് അവർ യാത്ര തുടങ്ങുന്നത്. ഇന്നും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഏകദേശം 5 കോടി ലിറ്റർ വെള്ളം ഡെയിലി ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണശാലക്ക് ഒരു നൂറ്റാണ്ടിൻ്റെ കഥ പറയാനുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് പറയാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് ഒരു സിറ്റി ഇത്രയും രീതിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന ഒരു സർപ്രൈസ് അവർ ചോദിച്ചറിയുകയുണ്ടായി. വിദ്യാഭ്യാസ രംഗത്ത് വലിയ ചുവടുവെപ്പുകൾക്ക് ഈ യാത്ര കാരണമായിട്ടുണ്ട്. നിരവധി യൂണിവേഴ്സിറ്റികൾ സന്ദർശിക്കുകയും അവരുമായിട്ട് കരാറിലേർപ്പെടാനും MOU കൈമാറാനും ഒക്കെ സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതിനൊരു സാധ്യതകൾ, പ്രത്യേകിച്ച് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ചെറിയ തടസ്സങ്ങൾ, പുതിയ കാലത്ത് തടസ്സങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ നമ്മളിങ്ങനെ വലിയൊരു ചുവടുവെപ്പ് നടത്തുമ്പോൾ എങ്ങനെയാണ് അതിനോടുള്ള ഒരു സാഹചര്യങ്ങൾ, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഡിസ്കഷൻ നടത്തിയത് 5 യൂണിവേഴ്സിറ്റിയുമായിട്ട് നല്ല ഒരു ക്രിയാത്മകമായ ഡിസ്കഷൻ നടത്താൻ കഴിഞ്ഞു. നമ്മുടെ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്, കോൺഫറൻസിൽ പങ്കെടുത്ത പർഡു യൂണിവേഴ്സിറ്റി, അതുപോലെ ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ്, ഈ യൂണിവേഴ്സിറ്റികളുമായിട്ട് സംവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ്, പഠനത്തിനും ഗവേഷണത്തിനും. അപ്പോൾ നിലനിൽക്കുന്ന അമേരിക്കൻ സാഹചര്യത്തിൽ അവരന്വേഷിക്കുന്നത് ഇവിടെ വന്നുകൊണ്ട് അത് ആരംഭിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ആ രീതിയിലുള്ള വലിയ 2-3 ചുവടുവെപ്പുകൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ഗവൺമെൻറ് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതൊരു 4 യൂണിവേഴ്സിറ്റിയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷേ പല മോഡലുകൾ ചർച്ച ചെയ്തതിൽ പ്രായോഗികമായൊരു മോഡൽ എന്ന് പറയുന്നത്, അത് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ. അവർ വന്നിവിടെ, എൻ്റെ ആളുകൾ വരികയും ആ ചർച്ച മുന്നോട്ട് വലിയ രീതിയിലേക്ക് പോയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ടൈലർ എന്ന് പറയുന്ന ഏകദേശം ധാരാളം കുട്ടികൾ പഠിക്കുന്ന, അവർ പറഞ്ഞത് അവരുടെ കോഴ്സിന് നമുക്കിവിടെ കണ്ടക്ട് ചെയ്യാമെന്നും, ഒരു BS ലെവൽ കോഴ്സ് 4 വർഷമാണെങ്കിൽ 3 വർഷം ഇവിടെ പഠിച്ചുകൊണ്ട് 4ാം വർഷം ട്വിന്നിങ് പ്രോഗ്രാം എന്ന് പറയും, അവിടെ പോയി പഠിച്ചുകൊണ്ട് 1 കോസ്റ്റ് ചുരുങ്ങിയ ചിലവിലും 2 ഇന്ത്യൻ സാഹചര്യത്തിലുള്ള ഗവേഷണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആകുമ്പോൾ അവർക്ക് തിരിച്ചു വന്നാലും അത് ഈ ഡിഗ്രി അവർക്ക് വളരെ വാല്യുബിളായിട്ട് ഇന്ത്യയിൽ മാറുകയും, 1 വർഷം അവിടെ ചെന്ന് നിന്നാൽ അവിടുത്തെ സാഹചര്യം പഠിക്കാനും, അതോടൊപ്പം തന്നെ ഡിഗ്രി കൊടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ടെക്സാസിൽ ഡയറക്റ്റ് ഡിഗ്രി കൊടുക്കുകയും, ഈ ഒരു 3 വർഷം ഇവിടെ 1 വർഷം അവിടെ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ ഒരു ഇൻ്റർനാഷണൽ ഡിഗ്രി കിട്ടുന്ന സംവിധാനത്തെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനി ഇരുന്ന് നമ്മൾ ആലോചിച്ച് അവരുമായിട്ട് ഇതൊരു കരടുരേഖ നമ്മൾ കൈമാറുകയുണ്ടായി. ഇനി അതിൻ്റെ ഒരു അഗ്രിമെൻറ്റിലേക്ക് എത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പർദു യൂണിവേഴ്സിറ്റി നമ്മളോട് ആവശ്യപ്പെട്ടത് ഈ അഗ്രികൾച്ചറിൽ, ഫോർ എക്സാമ്പിൾ അവരെടുത്ത് പറഞ്ഞു, ഇതിപ്പോൾ ഒരു മില്ലറ്റിൻ്റെ യുഗമാണ്. മില്ലറ്റ്, നമ്മൾ റാഗി പോലത്തെ, അതുമായിട്ട് റിസർച്ച് ചെയ്യാൻ പോലും അവർക്ക് താല്പര്യമുണ്ട് എന്നുള്ള, അത് നല്ലൊരു ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് അമേരിക്കൻ കാലാവസ്ഥയിൽ ഇതിനെങ്ങനെ വളർത്താൻ കഴിയുമെന്നൊക്കെയുള്ള ഗവേഷണങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള ചർച്ചകളും, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന സസ്റ്റൈനബിൾ സിറ്റിക്ക് ആവശ്യമുള്ള സസ്റ്റൈനബിൾ പ്രാക്ടീസസിൻ്റെ, അഥവാ വാട്ടർ മാനേജ്മെൻറ്റ്, എനർജി മാനേജ്മെൻറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ്, സോയിൽ മാനേജ്മെൻറ്റ്, പിന്നെ ഇൻക്ലൂഡിങ് ഇതിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവശ്യമായി വരുന്നതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ഗവേഷണവും പഠനവും എങ്ങനെ നോളജ് സിറ്റിയെ കേസ് സ്റ്റഡി ആയിക്കൊണ്ട് നടത്താൻ പറ്റുമെന്നുള്ള ഒരു വളരെ പ്രതീക്ഷാപരമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിനി ഇരുന്ന് നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ട് അവരുമായിട്ട് ഫർദർ
സംവദിക്കുകയും അതിനെ ഒരു പ്രാക്ടിക്കൽ മോഡിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും വേണം. അത് ഇവിടുത്തെ ഇന്ത്യയിലെ കുട്ടികൾക്ക് നന്നായിട്ടത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വില്ലേജ് എംപവർമെൻറ്റ് പരിസര ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പാക്കുന്ന വികസന മാതൃകകൾ അതിന് വലിയൊരു അംഗീകാരം അല്ലെങ്കിൽ ഒരു സ്മാർട്ട് സിറ്റി സ്മാർട്ട് വില്ലേജസ് പോലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള എന്ത് പറയുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു റിയാലിറ്റി എന്ന് പറയുന്നത് മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു റൂറൽ ഏരിയ ഡെവലപ്മെൻറ്റാണ്. കൺവെൻഷണൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ടൗണുകൾ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന സ്മാർട്ട് സിറ്റി മിഷനുകളും ലോകം മുന്നോട്ട് വെച്ച സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ സിറ്റി ആൻഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ തന്നെ ഈ സിറ്റി സെൻട്രിക് ആയിരുന്ന ആ ഒരു ഡാറ്റ ഉള്ളപ്പോൾ റൂറൽ ഏരിയയിൽ വന്നുകൊണ്ട് ഒരു വലിയ സിറ്റി ഉണ്ടാക്കിയ ആളുകൾക്ക് എത്രയോ എളുപ്പമായിരിക്കും ഒരു റൂറൽ ഏരിയ സ്മാർട്ടാക്കി മാറ്റുക എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് റൂറൽ ഡെവലപ്മെൻറ്റ് അലയൻസ് ഫോം ചെയ്യുകയും അതിൽ ആ ഒരു കമ്മിറ്റിയിൽ ലോകത്തെ ഇതിൻ്റെ എക്സ്പെർട്ടുകൾ ഉള്ള കമ്മിറ്റിയിൽ മർക്കസ് നോളജ് സിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് എന്നെയും ഉൾപ്പെടുത്തി തന്നെയുമല്ല അവർ തിരഞ്ഞെടുത്ത 3 വില്ലേജുകൾ അഥവാ 2 ഇന്ത്യയിലും 1 തായ്ലൻഡിലും തിരഞ്ഞെടുത്തതിൽ ഇന്ത്യയിലെ 1 നമ്മളെ ഏൽപ്പിക്കുകയും മർക്കസ് നോളജ് സിറ്റിയുടെ എല്ലാ സംഗതികളെയും ആ ടെക്നോളജിയും എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ആ രീതിയിലുള്ള അതിൻ്റെ ഒരു മിനിയേച്ചർ ഒരു വില്ലേജിനെ ഇതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ സ്മാർട്ട് വില്ലേജ് ആക്കാനുള്ള അവരുടെ സപ്പോർട്ടോടുകൂടി അവരാണ് അതിനെ സ്പോൺസർ ചെയ്യുക. ടെക്നോളജിയും പിന്നെ എക്സ്പോർട്ടിലെ ഒരു സ്പോൺസർ നമ്മളതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ആയിക്കൊണ്ട് നമ്മൾ അതിനെ തിരഞ്ഞെടുത്തു എന്ന് തന്നെ നമ്മുടെ ലോകത്തിന് മുമ്പുള്ള നമ്മുടെ അംഗീകാരം മർക്കസ് നോളജ് കിട്ടിയ അംഗീകാരമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. അപ്പോൾ അത് അവിടെ വെച്ച് ഒതുങ്ങുന്നില്ല. ഇതിൻ്റെ സക്സസ് അതായത് ഒരു വർഷം ഇതിൻ്റെ സക്സസ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഇവിടെ വേൾഡ് കോൺഗ്രസ് കണ്ടക്ട് ചെയ്യാനും ഇത് മറ്റു മേഖലയിലേക്ക് മറ്റു വില്ലേജുകൾക്ക് വ്യാപിപ്പിക്കാനുമുള്ള ചർച്ചകളും സജീവമായി നടന്നിട്ടുണ്ട്. ഡോക്ടർ അബ്ദുസ്സലാം മുഹമ്മദിനോടൊപ്പം യാത്രയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ വലിയ ചുവടുവയ്പ്പിനെല്ലാം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. വലിയ സഹായങ്ങളും ചെയ്ത ഷബീർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഈ യാത്രയിൽ നമ്മുടെ സലാം സാറ് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളും അതുപോലെ നോളജ് സിറ്റി മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ എത്രത്തോളം അവിടെ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു? എങ്ങനെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ പ്രതീക്ഷിക്കുന്നത്? വളരെ വളരെ നല്ലൊരു റെസ്പോൺസായിരുന്നു നമുക്ക് കിട്ടിയത്. കാരണം ഒരു ഇവിടെ നിന്ന് അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് അതും ഒരു മലബാർ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സ്റ്റോറി നോളജ് സിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ ട്രഡീഷണൽ ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ട് ഹാരപ്പൻ കൾച്ചറിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മൾ നോളജ് സിറ്റിനെ ഉണ്ടാക്കിയത്. ഇനി അടുത്ത് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നോട് സാറും നമ്മളുടെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇത് വെൽ ബിൽറ്റ് വിത്ത് ഹൈലി സെക്യൂർഡ് ആർക്കിടെക്ചറായിട്ടുള്ള ഈ നോളജ് സിറ്റിൻ്റെ മുകളിൽ എങ്ങനെയാണ് AI IoT ഇതൊരു സ്മാർട്ട് സിറ്റി ആക്കാം എന്നുള്ളത് ഉള്ള റെസ്പോൺസിബിലിറ്റിയാണ് എന്നെയും എൻ്റെ കമ്പനീനെയും ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം, സ്മാർട്ട് സ്യൂവേജ് സിസ്റ്റം, സ്മാർട്ട് ഇലക്ട്രിക് സിസ്റ്റംസ് എക്സെട്ര ഒക്കെ അങ്ങനെ ഒരു എങ്ങനെയാണ് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇതിനെ കംപ്ലീറ്റ് 100% സെൻസിലുള്ളത് ആക്കിയെടുക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ സലാം സാറിൻ്റെ ആ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു നോളജ് സിറ്റിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ആർക്കിടെക്ചറലി ബ്രിക്ക് ആൻഡ് മോട്ടോഴ്സിന് മാത്രമല്ല ഈ ഒരു ബിൽഡിംഗ് ഈ ഒരു എക്കോസിസ്റ്റത്തിനെ എങ്ങനെ IoTയും AIയും ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടൊരു ട്രൂ സ്മാർട്ട് സിറ്റി നോളജ് സിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രസൻറ്റ് ചെയ്തത്. വളരെ നല്ല സ്വീകരണമാണ് നമുക്ക് കിട്ടിയിരുന്നത്. അവിടെ 50 വർഷത്തോളമായി മർക്കസ് ഈ രാജ്യത്താകമാനം നടത്തുന്ന വൈജ്ഞാനിക, സാംസ്കാരിക, ബിസിനസ് രംഗത്തെ പ്രവർത്തനങ്ങളെ ലോകത്തിന് മുന്നിൽ തന്നെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഡോക്ടർ അബ്ദുസ്സലാം മുഹമ്മദ്. ഇതിലൂടെ മർക്കസ് മുന്നോട്ട് വെക്കുന്ന നോളജ് സിറ്റി മുന്നോട്ട് വെക്കുന്ന വലിയ സാധ്യതകൾക്ക് കൂടിയാണ് ഇവിടെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്.